നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. UDF-ഉം LDF-ഉം നേർക്കുനേർ പോരാടുന്ന മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുക്കി മുൻ MLA PV അൻവർ സ്വതന്ത്രനായും പോരിനിറങ്ങുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾ, കൈവശമുള്ള വാഹനങ്ങളും സംബന്ധിച്ചുമുള്ള ചർച്ചകളാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളിൽ മിക്കവർക്കും സ്വന്തമായി വാഹനമില്ല എന്നതാണ് വസ്തുത. എന്നാൽ 6 ലക്ഷം മുതൽ 36 ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങൾ ജീവിത പങ്കാളിയുടെ പേരിലുണ്ട്. 52 കോടി രൂപയുടെ ആസ്തിയുള്ള നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന് 2016 മോഡൽ ടൊയോട്ട ഇന്നോവയാണ് സ്വന്തമായിട്ടുള്ളത്. 16.45 ലക്ഷം രൂപയാണ് വിലയായി കാണിച്ചിരിക്കുന്നത്. ജീവിത പങ്കാളിയുടെ പേരിൽ വാഹനങ്ങളില്ല. 63 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള LDF സ്ഥാനാർത്ഥി M സ്വരാജിന് സ്വന്തമായി വാഹനങ്ങളില്ല. എന്നാൽ ഭാര്യയുടെ പേരിൽ 2 വാഹനങ്ങളാണുള്ളത്. 2025 മോഡൽ ജീപ്പ് മെരീഡിയൻ ഏകദേശം 36 ലക്ഷം രൂപ വിലയാണ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത്. 2013 മോഡൽ ഫോർഡ് ഫിഗോയും അവരുടെ കൈവശമുണ്ട്. 8 കോടി ആസ്തിയുള്ള UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തമായി വാഹനമില്ല. ഭാര്യയുടെ പേരിൽ 2,50,000 രൂപ വിലയുള്ള 2018 മോഡൽ നിസാൻ മൈക്രയും 3,50,000 രൂപ വില കാണിച്ചിരിക്കുന്ന എറ്റിയോസ് ലിവയുമാണ് ഉള്ളത്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് സ്വന്തമായി കാറില്ല. എന്നാൽ ഭാര്യയുടെ പേരിൽ 10 ലക്ഷം രൂപ വില വരുന്ന മാരുതി കാർ ഉണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. SDPI സ്ഥാനാർത്ഥി സാദിഖ് നടുത്തൊടിയുടെ കൈവശം 2023 മോഡൽ ഹ്യൂണ്ടായി i20 ആണുള്ളത്. 8 ലക്ഷം രൂപ വിലയാണ് കാണിച്ചിരിക്കുന്നത്. 1,500 രൂപ വില കാണിച്ച ഹോണ്ടയുടെ ഇരുചക്ര വാഹനവും സ്വന്തമായിട്ടുണ്ട്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാഹനമാണ് ചൂടേറിയ ചർച്ചയെങ്കിൽ ഇത്തവണ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ വാഹനത്തെ സംബന്ധിച്ചാണ്. പുതിയ മോഡൽ ജീപ്പ് മെരീഡിയൻ ലോങ്ങിറ്റ്യൂഡാണ് സ്വരാജിൻ്റെ ഭാര്യയുടെ പേരിലുള്ളത്. 36 ലക്ഷം രൂപ വില വരുന്ന വാഹനം CPM കേഡറിന് സ്വന്തമായുണ്ട് എന്ന പ്രചരണങ്ങൾക്ക് സ്വരാജ് മറുപടി പറയുന്നുണ്ട്. സത്യവാങ്മൂലം വായിച്ചിട്ട് മനസ്സിലാകാത്തവരാണ് വിമർശനം ഉന്നയിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. സത്യവാങ്മൂലം നോക്കിയാൽ അറിയാം, MLA ആയിരിക്കുമ്പോൾ ഒരു കാറുണ്ടായിരുന്നു, അത് വിൽക്കുകയാണ് ചെയ്തിരുന്നതെന്ന് സ്വരാജ് പറഞ്ഞു. ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്ന കാർ ഭാര്യയാണ് വാങ്ങിയത്. എടപ്പള്ളി ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് വാങ്ങിയത്. അതും സത്യവാങ്മൂലത്തിൽ ചേർത്തിട്ടുണ്ട്. ഭാര്യ ഒരു സംരംഭകയാണ്. അവർക്ക് ആ വായ്പ അടയ്ക്കാനുള്ള ശേഷിയുണ്ട്. ഈ നാട്ടിൽ ആർക്കും വായ്പ എടുത്ത് വാഹനം വാങ്ങാൻ അവകാശമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വരാജ് പറഞ്ഞത് ഇങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിലെ ആരുടെയെങ്കിലും അനുവാദം കൂടി വേണോ എന്നറിയില്ലായിരുന്നു. അതിപ്പോൾ ഞാൻ ഭാര്യയോട് പറയാം, അത്രയുള്ളൂവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.